നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാര്യമാരെ വാടകയ്ക്ക് കൊടുക്കുകയും ഭാര്യമാരെ വാടകയ്ക്ക് എടുക്കുകയും ചെയ്യുന്ന ആചാരത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആചാരങ്ങളിലെ വൈവിധ്യവും വിചിത്രതയും ഇന്ത്യയെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്താറുണ്ട്. വിചിത്രമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന പല ഗ്രാമങ്ങളും ഇന്നും ഇന്ത്യയിലുണ്ട്. പുരാണ ഇതിഹാസമായ മഹാഭാരതത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ ചൂത് കളിച്ചു. പാണ്ഡവരിൽ മൂത്തവനായ ധർമ്മപുത്രർ സകല സ്വത്തുക്കളും ചൂതിൽ തുലച്ചു. ഒടുവിൽ സഹോദരങ്ങളെയും തന്നെയും പണയപ്പെടുത്തി. അതിലും തോറ്റുകഴിഞ്ഞപ്പോൾ വിജയലഹരിയിൽ മതിമറന്ന ശകുനി പാഞ്ചാലിയെ കൂടി പണയം വയ്ക്കാൻ പറഞ്ഞു. യുധിഷ്ഠിരൻ അതും ചെയ്തു. അങ്ങനെ പാഞ്ചാലി പണയവസ്തുവാക്കപ്പെട്ടു. തുടർന്ന് രജസ്വലിയായിരുന്ന പാഞ്ചാലി ഗൗരവസദസ്സിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു, വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു. ഭാര്യയെ പണയം വെച്ച യുധിഷ്ഠിരൻ്റെ രീതി പിന്തുടർന്നുകൊണ്ട് ഇന്നും നമ്മുടെ ഇന്ത്യയിൽ ഈ ഭാര്യയെ പണയം വയ്ക്കുന്ന രീതിയുണ്ട്. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലാണ് ഇത്തരത്തിൽ പ്രാകൃതവും അവിശ്വസനീയവുമായ ആചാരം പിന്തുടരുന്നത്. 13നും 20നും ഇടയിലുള്ള പ്രായമുള്ള പെൺകുട്ടികളെ ഭാര്യമാരായി വിൽക്കുന്ന ഒരു വിപണി ബൾഗേറിയയിലുണ്ട്. അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് മധ്യപ്രദേശിലേത്. ധനാഢ്യരോ ഉയർന്ന ജാതിയിൽപ്പെട്ടവരോ ആയ പുരുഷന്മാരിൽ നിന്നും പണം വാങ്ങി നിശ്ചിത കാലയളവിലേക്ക് എഴുതി ഉറപ്പിച്ച കരാർ പ്രകാരം സ്ത്രീകളെ ഭാര്യമാരായി വാടകയ്ക്ക് നൽകുന്നതാണ് ഈ ആചാരം. വാങ്ങുന്നയാൾക്ക് വീട്ടിലെ ജോലികൾ ചെയ്തു കൊടുക്കണമെന്നും കിടപ്പറ പങ്കുവയ്ക്കണമെന്നും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ എഴുതി കൊടുക്കുന്ന അവകാശം. ദഡീജപത്രപ്രത എന്നാണ് ഈ ആചാരത്തിൻ്റെ പേര്, ദഡീജപ്രത. ഒപ്പം തന്നെ ഇതിന് ദദീജ് എന്നും വിളിക്കാറുണ്ട്. ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ഭാര്യയെ വാടകയ്ക്കെടുക്കാൻ ഈ സ്ഥലത്തെത്താറുണ്ട്. മധ്യപ്രദേശിൽ മാത്രമല്ല, ഗുജറാത്തിലെ ചില പ്രദേശങ്ങളിലും ഇത്തരം കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വർഷത്തിലൊരിക്കൽ ശിവപുരിയിൽ നടക്കുന്ന മണ്ഡി അഥവാ വാർഷിക ചന്തയിലാണ് ഭാര്യമാരെ വിൽക്കുന്നത്. അവിടെ കലങ്ങളും പാത്രങ്ങളും നിരത്തി വച്ചിരിക്കുന്നത് പോലെ സ്ത്രീകളെയും അണിനിരത്തിയിട്ടുണ്ടാകും. മംഗല്യസൂത്രമണിഞ്ഞ് നെറുകയിൽ സിന്ദൂരവും ചാർത്തി സാരി തലപ്പ് കൊണ്ട് ശിരസ് മറച്ച് പരമ്പരാഗത കുലവധുക്കൾ പോലെയാണ് ഇവരുടെ വരവ്. ഏറെയും ദരിദ്ര കുടുംബങ്ങളിലെ പെൺകുട്ടികളായിരിക്കും. കയ്യിൽ കാശുള്ള പുരുഷന്മാർക്ക് ഇവരിൽ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ആളുടെ സൗന്ദര്യവും ശരീരപ്രകൃതിയും മറ്റും പല കാര്യങ്ങളും പരിഗണിച്ചാണ് വാടക നിശ്ചയിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ വിവാഹം നടക്കാതെ പോകുന്ന പുരുഷന്മാരാണ് ഇത്തരത്തിൽ വാടക ഭാര്യമാരെ തേടിയെത്തുക. 1 മാസം മുതൽ 1 വർഷം വരെയുള്ള ഇതാണ് വാടക കരാർ. ഉടമ്പടി തുകയ്ക്ക് അനുസരിച്ച് 10 രൂപയുടെയോ 100 രൂപയുടെയോ മുദ്രപത്രത്തിലാണ് കരാർ എഴുതുക. കരാർ തുക 500 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ആകാറുണ്ട്. കാലാവധി പൂർത്തിയായിട്ടും അതേ സ്ത്രീയെ ഒപ്പം വേണമെന്ന് തോന്നിയാൽ വീണ്ടും തുക നൽകി കരാർ പുതുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു സ്ത്രീയെ വേണമെന്ന് തോന്നിയാൽ അടുത്ത വർഷത്തെ ചന്തയിലെത്തി പുതിയ ആളുമായി കരാർ എഴുതി പണം നൽകി അവരെ സ്വന്തമാക്കാം. സ്ത്രീക്കും വേണമെങ്കിൽ കരാറിന് ഇടയിൽ വെച്ച് ലംഘിച്ചൊഴിഞ്ഞു പോകാം. പക്ഷേ സ്ത്രീ അത് ചെയ്താൽ സ്റ്റാമ്പ് പേപ്പറിൽ സത്യവാങ്മൂലം നൽകണം. അതിനുശേഷം നിശ്ചയിച്ച തുക തിരികെ നൽകുകയും വേണം. ചന്തയിൽ വാടകയ്ക്ക് വിവാഹിതരായ സ്ത്രീകളും അവിവാഹിതരായ സ്ത്രീകളും ഉണ്ടാകും. വിവാഹിതരായ യുവതിയെ കച്ചവടം ചെയ്യുന്ന ഭർത്താവാണെങ്കിൽ അവിവാഹിതയായ സ്ത്രീയെ നൽകി പണം വാങ്ങുന്നത് അച്ഛനോ അമ്മാവന്മാരോ ഒക്കെ ആയിരിക്കും. 3000-ഓളം സ്ത്രീകളാണ് ശിവപുരി മണ്ഡിയിൽ ഓരോ വർഷവും വാടകയ്ക്ക് വിൽക്കപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അധസ്ഥിത വർഗത്തിലുള്ള സ്ത്രീകൾക്കെതിരായ ലൈംഗിക ചൂഷണമായാണ് ദഡീജ പ്രതയെ വിലയിരുത്തപ്പെടുന്നതെങ്കിലും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്ന ലൈംഗിക ദാരിദ്ര്യവും ഈ അനാചാരം തുടരുവാൻ കാരണമാകുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസവും വികസനവും എത്തിനോക്കാത്ത ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഭ്രൂണഹത്യ വർദ്ധിച്ചതോടുകൂടി പുരുഷന്മാർക്ക് ആനുപാതികമായ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു. ഇത് ദഡീജപ്രത നിലനിൽക്കുവാനായിട്ട് കാരണമായി അത്രേ. അതേസമയം തന്നെ ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയും പട്ടിണിയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമെല്ലാം
താഴേക്കിടയിലുള്ളവരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. അല്പം പണത്തിനു വേണ്ടി ഭാര്യമാരെ വാടകയ്ക്ക് നൽകാൻ ഈ ദാരിദ്ര്യം അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന മറുവശവുമുണ്ട്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ചുരുങ്ങിയത് 50,000 രൂപ എങ്കിലും ആ പ്രദേശങ്ങളിൽ ആകും. എന്നാൽ അവൾ വാടകയ്ക്ക് നൽകിയാൽ പണം നൽകണ്ടെന്ന് മാത്രമല്ല, പണം ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ഈയൊരു അട്രാക്ഷൻ, ഈയൊരു അനാചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ആദിവാസി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലാണ് ദഡീജപ്രഥ വ്യാപകമായിട്ടുള്ളത്. വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പട്ടിണിപ്പാവങ്ങളായ സ്ത്രീകളാണ് വിൽപ്പന ചരക്കാകുന്നത്. വാങ്ങുന്നതോ പണവും അധികാരവും ഭൂമിയും ഉള്ള സമ്പന്നരും. മേൽജാതിക്കാരായ പുരുഷന്മാരാണ് ഇത് വാങ്ങുന്നത്. ദഡീജപ്രഥ ഒരു സാമൂഹ്യ ദുരാചാരമാകുന്നത് ഇവിടെയാണ്. മധ്യപ്രദേശിന് പുറമെ ഗുജറാത്തിലെ ചില സ്ഥലങ്ങളിലും ദഡീജപ്രഥ പിന്തുടരുന്നവരുണ്ട്. സാമൂഹ്യ അനാചാരം എന്ന നിലയിൽ ഇതിനെ തുടച്ചു നീക്കേണ്ടതിന് പകരം ഇതൊരു കച്ചവടമായി കാണുവാനാണ് പലർക്കും താല്പര്യം. സമീപകാലങ്ങളിൽ നിരക്ഷരരായ ഗ്രാമീണരുടെ ആചാരത്തിൻ്റെ മറവിൽ ഇടനിലക്കാർ അരങ്ങുവാഴുന്ന വലിയ മാംസക്കച്ചവടമായി, വ്യഭിചാര കച്ചവടമായി ഇത് മാറിയിട്ടുണ്ട്. കഴുകൻ കണ്ണുള്ള ഇടനിലക്കാർ സ്വന്തം സ്ത്രീകളെ വിൽക്കുന്ന ഗ്രാമീണരെ ചൂഷണം ചെയ്യുകയാണ്. പെൺമക്കളെ വിൽക്കുന്നതിലൂടെ കുടുംബാംഗങ്ങൾക്ക് 15,000 രൂപ മുതൽ 20,000 രൂപ വരെ കിട്ടും. ഭാര്യമാരെ മിക്കവാറും കുറച്ചുകൂടി റേറ്റ് താണായിട്ട് ആണ് നൽകുക. അതേസമയം ഇടനിലക്കാർക്ക് 65,000 തുടങ്ങി 75,000 രൂപ വരെ കിട്ടുന്നു എന്നുള്ളതാണ്. ചെറുപ്പക്കാരായ കന്യകമാർ ആണെങ്കിൽ വില കൂടും. മാർക്കറ്റിൽ അവിവാഹിതരായ പെൺകുട്ടികളാണ് കൂടുതലും. ഇടനിലക്കാർ ധനികരിൽ നിന്നും വൻതുക വാങ്ങിയ ശേഷം ചെറിയൊരു ശതമാനം മാത്രമാണ് സ്ത്രീകൾക്കോ അവരുടെ വീട്ടുകാർക്കോ നൽകുക. ദരിദ്രരായ പല ആദിവാസി വിഭാഗങ്ങളും തങ്ങളുടെ പെൺകുട്ടികളെയും സ്ത്രീകളെയും വാടക ഭാര്യമാരാക്കി ഉപജീവനം നടത്തുകയാണ്. ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയും ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ച് വാടകയ്ക്ക് നൽകുന്നുണ്ട്. കൃത്യമായ മാംസക്കച്ചവടമാണ് ഈ ദുരാചാരത്തിൻ്റെ മറവിൽ സത്യത്തിൽ നടക്കുന്നത്. ഈ ആചാരത്തിനെതിരെ ചില സംഘടനകളും സർക്കാരുമൊക്കെ രംഗത്ത് വന്നെങ്കിലും പരാതി ഇല്ലാത്തതിൻ്റെ പേരിൽ നിയമ നടപടിയിലേക്ക് പോകാൻ കഴിയാറില്ല. സ്ത്രീകൾ തന്നെയാണ് പലപ്പോഴും നിയമ നടപടികൾ എതിർക്കുന്നത്. കാരണം കേസെടുത്താൽ കുടുങ്ങുന്നത് സ്വന്തം വീട്ടുകാരായിരിക്കുമല്ലോ. ഗ്രാമീണരെ ബോധവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ ദഡീജപ്രഥയ്ക്ക് അന്ത്യം കുറിക്കാനാവൂ. എന്നാൽ ദാരിദ്ര്യം കൊടികൊത്തി വാഴുന്നിടത്ത് ബോധവൽക്കരണത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നാണ് സാമൂഹ്യ പ്രവർത്തകർ ചോദിക്കുന്നത്. മാസവരുമാനത്തിൻ്റെ 10 ഇരട്ടി വരെ ഇത്തരം കൈമാറ്റത്തിലൂടെ ലഭിക്കുന്നതാണ് പട്ടിണിപ്പാവങ്ങളെ ഇത്തരം കച്ചവടത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. ഇത്തരം സമ്പ്രദായങ്ങളെക്കുറിച്ച് പോലീസിന് അറിവുണ്ടെങ്കിലും പരാതിക്കാരില്ലാത്തതിനാൽ നിയമ നടപടികൾ എടുക്കാറില്ല. അറിയപ്പെടുന്ന ഒരു കേസ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 2017 ഇൻഡോറുകാരൻ തൻ്റെ ഭാര്യയെ വിൽപ്പന നടത്തിയത് 30,000 രൂപയ്ക്കായിരുന്നു. വിൽപ്പന നടത്തിയ ആൾക്ക് ഭാര്യയെ ശാരീരികമായി ഉപയോഗിക്കാനും വീട്ടുജോലികൾ ചെയ്യിക്കാനുമുള്ള അവകാശം 10 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി നൽകുകയും ചെയ്തു. എന്നാൽ ഇവർ ഇത് ചെയ്തത് ദമ്പതികളൊരു വിവാഹ ചടങ്ങിന് പോയപ്പോഴാണ് ഇൻഡോറുകാരൻ തൻ്റെ ഭാര്യയുടെ അവകാശം മറ്റൊരാളുമായി കരാറിലാക്കിയത്. 4 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ മാതാവ് കൂടിയായ സ്ത്രീയെ ആ കരാറ് പ്രകാരം വാങ്ങിയ ആൾ അനേക തവണ ബലാത്സംഗം ചെയ്തു. വാങ്ങിയ സമ്പന്നൻ അതിനുശേഷം മറ്റൊരാൾക്ക് മറച്ചു വിറ്റു. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഭർത്താവിൽ തുടങ്ങി മൂന്നാമതെത്തിയ അവകാശിയിൽ നിന്നും രക്ഷപ്പെട്ട സ്ത്രീ നാട്ടിലെത്തുകയും ഭർത്താവിനെതിരെ പരാതി നൽകുകയും ചെയ്തപ്പോഴാണ് കേസെടുത്തത്. എന്നാൽ അതിൻ്റെ അകത്ത് വലിയ നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നാണ് അറിയാനിട വന്നത്. ഈ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലുണ്ടാകുന്ന കുട്ടികളുടെ അവസ്ഥയും വളരെ ശോചനീയമാണ്, സങ്കീർണവുമാണ്. പിതൃസ്വത്തിൽ അവകാശമുണ്ടെങ്കിലും മാതാപിതാക്കൾ കരാർ അവസാനിപ്പിച്ച് പിരിയുമ്പോൾ മാതാവിനോ പിതാവിനോ ഒപ്പം തുടരും. ചിലപ്പോൾ അനാഥരായി മാറിയെന്നും വരാം. അമ്മ പുതിയൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഒപ്പം പോവുകയോ അമ്മയുടെ മാതാപിതാക്കൾക്കൊപ്പം കഴിയുകയോ ഒക്കെയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള കുട്ടികളുടെ സാമൂഹിക മാനസിക അവസ്ഥകളൊക്കെ ആശങ്കയുളവാക്കുന്നതാണ്. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.